2022 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയ രണ്ട് ടീമുകൾ, ഒന്ന് ഫ്രാൻസും മറ്റൊന്ന് മൊറോക്കോയും. ഈ രണ്ട് ടീമുകളും 2026 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ളൊരു പാത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പം രണ്ട് ടീമും നല്ലൊരു റണ്ണാണ്. നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട മത്സരങ്ങളൊന്നും പറയാനില്ലാത്ത എല്ലാം നന്നായി കളിച്ച് നല്ല പെർഫോം ചെയ്ത് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കി മുന്നേറിയ രണ്ട് ടീമുകളാണ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനൽ വെച്ചാണ് പലരും ഇതിനെ കമ്പയർ ചെയ്യുന്നത്. കാരണം അതുവരെ ഒരു ഡ്രീം റണ്ണ് നടത്തി വന്ന മൊറോക്കോ ഫ്രാൻസിന് മുന്നിൽ ഒന്നും അല്ലാതാവുന്നു. ഗോളടിക്കാൻ പറ്റുന്നില്ല, സമനില മീൻസ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു 2-0 എന്നുള്ളൊരു സ്കോർ ലൈനിൽ എന്ത് ചെയ്യുന്നു, കളി തീർക്കുന്നു. ഫ്രാൻസ് സിമ്പിളായിട്ട് വിജയിച്ച് കയറുന്നു എന്നാ. പക്ഷേ ഹരി, അത്തരമൊരു മത്സര രീതി ആയിരിക്കും ഈ വർഷം നടക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു ചാൻസ് ഉണ്ടോ ഈ ഒരു മത്സരത്തിന്? ഇല്ല. അതായത് ഇത് 4 വർഷം മുമ്പ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതായത് അത് കഴിഞ്ഞിട്ട് മൊറോക്കൻ ഫുട്ബോൾ ഉണ്ടായിരിക്കണ വളർച്ചയും അതുപോലെ തന്നെ ഫ്രാൻസ് ടീമിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മൊറോക്കോ ഇപ്പോൾ, അതായത് അന്ന് മൊറോക്കോ ഒരു എന്താ പറയുക, സർപ്രൈസ് റൺ നടത്തിയ ടീമാണ്. അവർക്കൊരു ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നുള്ളൂ, ഡിഫൻസിൽ നിൽക്കുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ശൈലി മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവർക്ക് പൊസിഷൻ വെച്ച് കളിക്കാൻ അറിയാം, അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അയൂബ് ഔദി പോലെ അല്ലെങ്കിൽ ബ്രഹീം ഡൈസിനെ പോലെ പൊസിഷൻ വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൗണ്ടർ അറ്റാക്കും ചെയ്യാം എന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെതർലൻഡ്സിനെതിരെയുള്ള മാച്ച് കണ്ടു. അവർക്കായിരുന്നു പൊസിഷൻ, അതിനനുസരിച്ചുള്ള ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെർബ്രൂഗിൻ്റെ നല്ല സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ കുറേ ഗോളുകൾ അടിച്ചേനെ, അല്ലെങ്കിൽ ചാൻസുകൾ ഉണ്ടാക്കിയേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസ് വന്നു എന്നുള്ള വിചാരിച്ച് മൊറോക്കോ അങ്ങനെ പതുങ്ങിയിരിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ അതേസമയം ദശാംസ് തന്നെയാണ് ഫ്രാൻസിൻ്റെ കോച്ചും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫ്രാൻസ് ചിലപ്പോൾ മൊറോക്കോൻ്റെ കയ്യിൽ പന്ത് കൊടുത്ത് കഴിഞ്ഞ കൊല്ലത്തെ അതേ ടാക്ടിക്സ് തന്നെ എടുക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഫ്രാൻസ് ടീമിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഗ്രിയസ്മാൻ പോലെ അല്ലെങ്കിൽ ഒലിവർ ജിറൂഡ് പോലത്തെ വെറ്ററൻ താരങ്ങളില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഫുൾ പാക്ഡ് എന്താ പറയുക, ഒരു ഡിസ്കോ DJ അങ്ങനെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കളിക്കുന്നൊരു ടീമാണ് ഫ്രാൻസ്. അവരുടെ അറ്റാക്ക് അങ്ങനെയാണ്. ഒലീസയുണ്ട്, ഡെംബലയുണ്ട്, എംബാപ്പയുണ്ട്, ഡുവേ ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്. സോ അവർ ഭയങ്കര എൻഗേജിങ് ആയിട്ട് മോജോ വെച്ച് കളിക്കുന്നൊരു ഫ്രാൻസ് ടീമും അതേസമയം അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു മൊറോക്കോ ടീമുമാണ്, പ്ലെയേഴ്സുമാണ് മൊറോക്കോയിനുള്ളത്. സോ നമുക്കൊരു ത്രില്ലിംഗ് മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവർ രണ്ടുപേരുടെ റാങ്കിങ് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് 10 കിടക്കുന്ന രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. സോ ഞാൻ പറഞ്ഞൊരു സെമിയിലൊക്കെ വരേണ്ട ഒരു മാച്ചാണിത്, ബട്ട് ക്വാർട്ടറിലായി പോയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിൽ വരുമ്പോഴേ, നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ആ 4 വർഷത്തെ ഒരു മൊറോക്കോൻ്റെ റണ്ണ് നോക്കണം. അവർ ആഫ്കോണിൽ ചാമ്പ്യന്മാർ, അതൊരു കോൺട്രവേഴ്സിക്ക് ഒടുവിലാണെങ്കിൽ കൂടി ആഫ്കോൺ അവർ വിൻ ചെയ്യുന്നുണ്ട്. അതിനിടെ അണ്ടർ 19 വേൾഡ് കപ്പ് അവർ വിൻ ചെയ്യുന്നുണ്ട്. അന്ന് അണ്ടർ 19 വേൾഡ് കപ്പ് ജയിപ്പിച്ച പരിശീലകൻ, അണ്ടർ 20 വേൾഡ് കപ്പ് ജയിപ്പിച്ച പരിശീലകനാണ് ഇന്ന് അവരുടെ കോച്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ഏറ്റവും കണ്ടിട്ടുള്ളത് മൊറോക്കോ എവിടെ കളി പിടിക്കുന്നു എന്ന് വെച്ചാൽ അത് മിഡ്ഫീൽഡിലാണ്. കാരണം അവരുടെ മിഡ്ഫീൽഡർ, ഇപ്പോൾ അയൂബ് ഔദി പോലുള്ള പ്ലെയർ ഒറ്റ മത്സരം കൊണ്ട് വേൾഡ് വൈഡ് ചർച്ച ചെയ്ത് അവരുടെ മിഡ്ഫീൽഡിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ. അപ്പം അത്തരമുള്ളൊരു താരങ്ങളൊക്കെ ഫ്രാൻസിനെതിരെ കളിക്കാറാക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിനും ഒരു കാലത്ത് മിഡ്ഫീൽഡ് ഭയങ്കര കോറായിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് കളിക്കുന്നപ്പോൾ കോനെ ആയാലും റാബിയോട്ട് ആയാലും ഷോമിനി ആയാലും ഇതൊന്നും അങ്ങനെ ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് വന്ന, അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വന്ന പ്ലെയേഴ്സ് ആയിട്ടില്ല. അവരുടെ അറ്റാക്ക് മാത്രമാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് മിഡ്ഫീൽഡുകൾ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും അവരുടെ ഡോമിനൻസ്? ബ്രസീലിനെതിരെ നടത്തിയ പോലെ തന്നെ ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്ത് മൊറോക്കോ കളി പിടിക്കുമോ, അല്ലെങ്കിൽ ഫ്രാൻസ് അറ്റാക്കിൻ്റെ ഒരു ബലത്തിൽ തന്നെ ആ ഒരു മിഡ്ഫീൽഡിൽ കളി ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഡിഷാംസ് നമുക്കറിയാം എങ്ങനെയാണോ ഓരോ പ്ലെയേഴ്സിനും കളിക്കേണ്ടത്, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കോച്ചാണ് ഡിഷാംസ്. അത് തന്നെയാണ് ഈ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യത. അതായത് എന്താണോ ഈ എംബാപ്പയുടെ പവർ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പോയിന്റ്, അല്ലെങ്കിൽ ഒലീസയുടെ സ്ട്രോങ് പോയിന്റ് എന്താണോ അതിലേക്ക് കളി എത്തിക്കുക എന്നുള്ളതാണ് ഡിഷാംസിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എംബാപ്പെ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പരഗ്വേക്കെതിരെ കണ്ടു, ഒരു എത്ര പൊസിഷൻ കിട്ടിയിട്ടും ആകെ ഒരു ഗോളാണ് നേടാം. പരുക്കം കളിയായിരുന്നു, ഡാർക്ക് ആർട്സ് ഉണ്ടായിരുന്നു പരഗ്വേയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പല കളി പരഗ്വേ പുറത്തെടുത്ത കളി ഭയങ്കര മോശമായിരുന്നു എന്ന് നമുക്കൊക്കെ പറയാം. പക്ഷേ ആ മത്സരത്തിൽ ഫ്രാൻസിൻ്റെ ഒരു വൾണറബിലിറ്റി അവിടെ കണ്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ലോ ബ്ലോക്കിനെതിരെ അവർ കഷ്ടപ്പെടുന്നത് ഒരു പോയിന്റ് വരെ, അത് എല്ലാ ടീമുകളും ഈ ഒരു ലോകകപ്പിൽ ആ ലോ ബ്ലോക്ക് വരുമ്പോൾ പാടുപെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു മത്സരത്തിൽ ഫ്രാൻസിൻ്റെ കണ്ടു. ഡിസൈർ ഡുവയുടെ ഒരു മൊമെൻറ്റിലെ എന്താ പറയുക, ഇൻഡിവിജ്വൽ ക്വാളിറ്റിയാണ് ആ ഒരു ഡ്രിബിൾ കയറി ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നു, ആ ഫൗൾ ആവുന്നതും പെനാൽറ്റി ലഭിക്കുന്നതും. അപ്പോൾ അത്
എന്തായാലും മൊറോക്കോ കോച്ച് കണ്ടിട്ടുണ്ടാവും ആ കളി. അപ്പോൾ ആ ഒരു ശൈലി അത് പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓൾ ഔട്ട് അറ്റാക്ക് പോയി ഫ്രാൻസിൻ്റെ അറ്റാക്കേഴ്സിന് സ്പേസ് കൊടുക്കാൻ എന്തായാലും ഇവർ തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശൈലി തന്നെയാണ്, അതായത് ഡിഫൻസിൽ നിൽക്കാൻ തന്നെയായിരിക്കും മൊറോക്കോ ശ്രമിക്കുക. കാരണം എത്രയോ സ്പേസ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും സ്പേസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു അറ്റാക്കേഴ്സിനൊക്കെ. അപ്പോൾ ഫ്രാൻസിൻ്റെ അറ്റാക്കേഴ്സിന് സ്പേസ് കുറച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കും മൊറോക്കോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ മത്സരത്തിലേ ഞാൻ ഏറ്റവും കൺസേണിങ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നോക്കുന്നത് ഫ്രാൻസിൻ്റെ ഡിഫൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഫ്രാൻസിന് ഓരോ മത്സരത്തിലും ഇങ്ങനെ കൂടി നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പോകുന്നത് ഡിഫൻസിനെ ഇങ്ങനെ പരീക്ഷിക്കാൻ പോകുന്ന ടീമുകൾ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. നമുക്ക് പരാഗ്വേ വന്നു എന്നുള്ളത് മാത്രം ശരി, അവിടെ ജർമ്മനി ആയിരുന്നു ഒരു പക്ഷേ വരേണ്ടിയിരുന്നത്. ഒരു നേരത്തെ അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അറ്റാക്കിംഗ് സോണാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഇനി ഇത് കടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഏതർ സ്പെയിൻ ഓർ ബെൽജിയം, അങ്ങനെ ഒരു കടുകട്ടി പരീക്ഷണത്തിലേക്ക് പോകുമ്പോൾ ഡിഫൻസ് ഒന്നും കൂടി സോളിഡ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 2018 ഇവരുടെ ഡിഫൻസ് അത്രയും ടൈറ്റായി നിന്നിരുന്നത്. അന്നത്തെ പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഒരു ഹാർഡ് കോർ ഡിഫെൻഡിങ് മെത്തേഡായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉംറ്റിറ്റിയൊക്കെ ക്ലബിലൊക്കെ എന്നും നമ്മൾ കളിയാക്കിയിരുന്നൊരു പ്ലെയറാണ് ഉംറ്റിറ്റി എന്നുള്ളത്. പക്ഷേ ആളുടെ ഒരു ഫ്രഞ്ച് നാഷണൽ ടീമിൽ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരുന്നു 18 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടത്. 22 ഫ്രാൻസിൻ്റെ ഡിഫൻസ് അത്രയും ചീത്തപ്പേരുകൾ കേട്ടിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഡിഫൻസ് പലപ്പോഴും ഒരു അലസമായി കളിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൊറോക്കോയുടെ അറ്റാക്കേഴ്സ് നമുക്കറിയാം, ഒരു വേൾഡ് കപ്പിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ഹക്കീം സിയച്ചിലും മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു അറ്റാക്കല്ല അവരുടേത്. അവർക്ക് ഇൻ ആൻഡ് ഔട്ട് കളിക്കാൻ പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ ഓവർലാപ്പ് ചെയ്ത് അവരെ ഒരു ഡിഫൻസിനെ ട്രബിൾ ചെയ്യാനുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഹക്കീമി ഓവർലാപ്പ് ചെയ്ത് പോകുമ്പം അതേ വിങ്ങിലാണ് ബ്രഹീം ഡിയാസ് കളിക്കുന്നത്. ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ പേസിനെ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിഫൻസും നമ്മൾ ഫ്രാൻസ് എന്നല്ല ഏതൊരു ഡിഫൻസും നന്നായി പാടുപെടും. അപ്പോൾ അത്തരത്തിലൊരു ട്രബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്നാൻ എന്നുള്ള പ്ലെയറിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഞാൻ മിഡ്ഫീൽഡിലും അറ്റാക്കിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിലും അൾട്ടിമേറ്റ്ലി ഞാൻ ഏറ്റവും നോക്കി കാണുന്ന ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കീമി ബ്രഹീം ഡിയാസ് എന്നുള്ള ഒരു വിങ്ങിനെ, ഈ ഒരു റൈറ്റ് വിങ്ങിനെ അവിടെ എന്ത് ലോക്ക് ഉപയോഗിച്ചായിരിക്കും ദശാംസ് പരീക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഫ്രാൻസിന് ഇനി, അതായത് ദശാംസിന് ഇനി ഒരു അവസരമില്ല വേൾഡ് കപ്പിൽ. ദശാംസ് നമ്മൾ ആളുകൾ പറയുന്നത് ആർസിൻ വെങ്കർ എന്നല്ല, അലക്സ് ഫെർഗൂസൺ ഓഫ് നാഷണൽ ഫുട്ബോൾ എന്ന്. കാരണം അത്രയും വർഷം കണ്ടിന്യൂസ്ലി ഒരു നാഷണൽ ടീമിൻ്റെ കോച്ചായി തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രോസസ്സ് അല്ല. കാരണം വല്ലപ്പോഴും വരുന്ന ടൂർണമെൻറ്റ്, വല്ലപ്പോഴും വരുന്ന ഓപ്പർച്യൂണിറ്റി, അതിലൊക്കെ പ്രൂവ് ചെയ്യണം. അത് അയാൾ പ്രൂവ് ചെയ്തു. അവസാനത്തെ 2 വേൾഡ് കപ്പ് എടുത്ത് നോക്കിയാൽ മതി. ഒന്നിൽ ഫൈനലിസ്റ്റാണ്, ഒന്നിൽ റണ്ണറപ്പാണ്, ഒന്നിൽ ചാമ്പ്യനാണ്. ഈ ഒരു അവസ്ഥയിൽ ദശാംസിന് ഇനിയൊരു അവസരം കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഉള്ള ഒരു വേൾഡ് കപ്പ് ഏറ്റവും മെമ്മറബിൾ ആക്കാനും ഏറ്റവും നല്ല റണ്ണ് നടത്താനേക്ക് നോക്കുക. അപ്പം എന്തായിരിക്കും അവിടുത്തെ ഒരു ഹീറ്റഡ് ക്ലാഷ്, എന്തായിരിക്കും അവിടുത്തെ ഒരു പ്ലാൻ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഹരിക്ക് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫേസ് ഓഫ് ആരൊക്കെ തമ്മിലായിരിക്കും തോന്നുന്നത്? ഫേസ് ഓഫ് ഈ പറഞ്ഞ പോലെ വിങ്ങുകളിലായിരിക്കും. ഹക്കീമിയും ഈ പറഞ്ഞ പോലെ ഡെംബലെ ആയിരിക്കാം, അല്ലെങ്കിൽ എംബാപ്പെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിങ്ങിൽ വരുന്നൊരു പ്ലെയേഴ്സ്. സോ ചിലപ്പോൾ ഡിസൈഡ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിചയമുള്ള പ്ലെയേഴ്സാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവർക്ക് അവരുടെ കളിശൈലി അറിയാം. എംബാപ്പയ്ക്ക്, അതായത് ഹക്കീമിക്ക് എംബാപ്പയുടെ കളിശൈലി അറിയാം, നേരെ തിരിച്ചും അറിയാം. ഡെംബലെ ആയാലും അങ്ങനെ തന്നെയാണ്, ഡിസൈഡ് ആണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു PSG ക്വാർട്ടറിൽ PSG 3 താരങ്ങളുടെ കളിയായിരിക്കും എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ഹക്കീം എങ്ങനെ ഇവരെ തടയിടാൻ നോക്കും, കാരണം ഹക്കീമിക്ക് അറിയാം എന്താണെന്നുള്ളത്. ഹക്കീം മറ്റു താരങ്ങൾക്കും ഈ ഒരു നോളജ് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതും PSG പ്ലെയറാണ്. സോ ഹക്കീമിക്ക് അറിയാം ഇവരെങ്ങനെയാണ്, ഇവരുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് ഹക്കീമിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഹക്കീമി ആയിരിക്കും ആ ക്യാപ്റ്റനും കൂടി ആയതുകൊണ്ട് ആ ഒരു ഫേസ് ഓഫ് റൈറ്റ് വിങ്ങിലെ ഹക്കീമിയുടെ ഫേസ് ഓഫ് ആയിരിക്കും. ഏത് പ്ലെയറാണോ വരുന്നത് റൈറ്റ് വിങ്ങിൽ, ആ പ്ലെയറുമായിട്ടുള്ള ഫേസ് ഓഫ്. പിന്നെ ഹക്കീമി മുന്നിൽ കയറുന്ന ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടായിരിക്കും ഫ്രാൻസ് ആ ഒരു അറ്റാക്ക് ശ്രമിക്കാൻ സാധ്യത, ആ ഒരു വിങ്ങിൽ കൂടെ. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അവർക്കും അറിയാം ഹക്കീമി അറ്റാക്കിംഗ് പ്ലെയറാണ്, കയറുമെന്നറിയാം. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നോക്കി അവരും കളിക്കാൻ സാധ്യത. എന്തായാലും സ്പേസ് എവിടെയെങ്കിലും കിട്ടിയാൽ ഫ്രാൻസിൻ്റെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം. ആ സ്പേസ് ഇല്ലാതെ ആക്കാനായിരിക്കും മൊറോക്കൻ ഡിഫൻസിൻ്റെ പണിയും. അതേപോലെ തന്നെ സ്പേസ് എവിടെ കിട്ടിയാലും ഇവരും അടിക്കും, മൊറോക്കോയും അടിക്കും. അതുകൊണ്ട് തന്നെ അതും സ്പേസ് ഒഴിവാക്കും. ആ കാനഡ ആയിട്ടുള്ള മാച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിചാരിച്ചു കാനഡ ഇപ്പോൾ ഗോൾ അടിക്കുമെന്ന് വിചാരിച്ചു, ആ ഫസ്റ്റ് കുറച്ച് മിനിറ്റുകളൊക്കെ. പക്ഷെ അവർ ആ ഡിഫൻസ് കോമ്പാക്റ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു രീതിയിൽ നിന്ന് ഗോൾ അടിച്ചത്. അതായത് ഒരു നല്ലൊരു പൊസിഷൻ അവർക്ക് ഫ്രീ കിക്ക് കിട്ടുന്നത്.
അത് വേണമെങ്കിൽ അവർക്കൊരു ക്രോസ് ഇട്ടൊരു സെറ്റ് പീസ്, ഒരു എന്താ പറയുക, ബോക്സിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. അവരെന്ത് ചെയ്തു, ബോക്സിൻ്റെ എഡ്ജിലേക്ക് പാസ് ഇട്ടെ, എന്നിട്ട് ഔനാഹി വന്നൊരു ബ്രില്യൻ ഫിനിഷ് ആയിരുന്നു. സോ അങ്ങനെയുള്ള ചില ട്രിക്കുകളും ചില ഇതുങ്ങൾ ഈ മാച്ചിൽ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രാൻസിൻ്റെ ഡിഫൻസ് നമുക്ക് അറിയാം. അതായത് ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോൾ നോർവേയുടെ സെക്കൻഡ് ടീമിനെതിരെ ഒരു ഗോൾ വഴങ്ങിയിട്ടുണ്ട്, സെനഗലിനെതിരെ ഗോൾ വഴങ്ങിയിട്ടുണ്ട്. അതാണ് അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അത് തുടക്കത്തെ കുറച്ച് മാച്ചസാണ്, പിന്നെ അത് ഡെവലപ്പായിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഗ്യാപ്പുകളുണ്ട് ഡിഫൻസിൽ. സോ അതാണ് ആ വിങ്ങിൽ ഹക്കീമിയുടെ മുന്നോട്ട് പോക്കും പിന്നീട് വരലും വർക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഫ്രാൻസിൻ്റെ അറ്റാക്കും ഫ്രാൻസിൻ്റെ ഡിഫൻസും ഒക്കെ. ഇപ്പോൾ ഈ ഹക്കീമയുടെ കേസ് നമ്മൾ പറഞ്ഞു, അവരുടെ ഒരു PSG കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പം അയൂബ് ഔദി നമ്മൾ സംസാരിക്കണം. അയൂബ് ഔദി ഫ്രാൻസ് നാഷണൽ ടീമിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് പൗരത്വം മാറിയിട്ടാണ് മൊറോക്കോയുടെ കൂടെ കൂടുന്നത്. അണ്ടർ 21 ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫ്രഞ്ച് ഫുട്ബോളിൽ പരിചയമുള്ള ഒരു പ്ലെയറാണ്. പോലെ തന്നെ 2023 മുതൽ ക്ലബ്ബ് കളിക്കുന്നത് ഫ്രഞ്ച് ടീമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഒനാഹീനെ പോലുള്ള താരങ്ങളൊക്കെ ഫ്രഞ്ച് ഫുട്ബോളിൽ പരിചയമുള്ളവരാണ്. അതായത് ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ സ്റ്റൈൽ എന്താണെന്നും ദിദിയർ ദശാംസിൻ്റെ രീതികൾ എന്താണെന്നും അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന ഒരു രീതി എന്താണെന്നുള്ളത് പരിചയമുള്ള ആളുകളാണ് ബേസിക്കലി ഇപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റഡ് ക്ലാഷ്, ഒരു വൺ സൈഡഡ് മാച്ചിന് അപ്പുറത്തേക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫുട്ബോൾ കാണാമെന്നുള്ളതാണ്. വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അതായത് മൊറോക്കോ നമുക്കറിയാം അവരെങ്ങനെയാണെന്നുള്ളത്. വെറുതെ ഇരിക്കില്ല ഒരിക്കലും. അത് ഈ കോച്ചിൻ്റെ അതായത് ഒവാബി ആക്ച്വലി അവർ വേൾഡ് കപ്പ് അണ്ടർ 20 വേൾഡ് കപ്പിൽ ഇവർക്ക് ഫൈനൽ വന്നത് അർജൻറ്റീന ആ വേൾഡ് കപ്പിൽ ആ ഫൈനൽ വരെ വന്നത് അജയ്യരായിട്ട് തോക്കാനാണ് സാധനം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ അവർ ഫൈനലിൽ തോൽപ്പിക്കുകയാണ് അർജൻറ്റീനയെ. അതും കളി നടക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലായിരുന്നു. ആ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത് ചിലിയിലെങ്ങടായിരുന്നു. അപ്പോൾ ഫുൾ അറ്റ്മോസ്ഫിയറും കണ്ടീഷനും ഒക്കെ അർജൻറ്റീനയ്ക്ക് പറ്റിയൊരു കണ്ടീഷനിൽ നിന്ന് കപ്പെടുക്കുന്നത് മൊറോക്കോയാണ് അവിടെ. അപ്പോൾ ആ ഒരു ലെവൽ, അപ്പോൾ യങ് പ്ലെയേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും കൂടി ഒവാബിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിലും അവരുടെ മിഡ്ഫീൽഡ് കാണുന്നെങ്കിൽ ബൗവാദിയും പിന്നെ മറ്റേ ഒരു പ്ലെയറും പേരെനിക്ക് ഓർമ്മയില്ല, ആ പ്ലെയർ രണ്ടുപേരും യങ് പ്ലെയേഴ്സാണ്, ഭയങ്കര യങ് പ്ലെയേഴ്സാണ്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ്, അവർ അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതും ആ ഒരു കളി അവരെ കൊണ്ട് കളിപ്പിക്കുന്നതും ഒവാബി എന്നുള്ള കോച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ യങ് പ്ലെയേഴ്സിനെ എങ്ങനെ കളിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ ബ്രഹീം ഡയസിൻ്റെ ഇൻക്ലൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആഫ്കോണിൽ ഇവരുടെ ടോപ്പ് സ്കോറായിരുന്നു. ഇവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആഫ്കോൺ ടൂർണമെൻറ്റ് ടോപ്പ് സ്കോറായിരുന്നു. അതേസമയം ഇപ്പോൾ 4 അസിസ്റ്റുകളോടെ, ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ 4 അസിസ്റ്റുകളോടെ. ഇപ്പോൾ റോള് മാറി, എന്നാലും നല്ല പെർഫോമൻസ് ആണ് ബ്രഹീം ഡയസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലെയേഴ്സ് ഉണ്ട്, അവർക്ക് ക്വാളിറ്റി ഉണ്ട്. പഴയ മൊറോക്കോ അല്ല. ഫ്രാൻസിന് എന്തുകൊണ്ടും പേടിക്കണം, പക്ഷേ ഫ്രാൻസിനും ക്വാളിറ്റി ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ കളി മാറ്റാൻ പറ്റിയ എത്രയോ പ്ലെയേഴ്സ് ഉണ്ട്. സബിൽ നിന്ന് വന്നിട്ടായാലും പ്ലെയേഴ്സിന് മാറ്റാൻ പറ്റും. സോ രണ്ടും ക്വാളിറ്റിയുടെ ഒരു ബാറ്റിലായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇനി മൊറോക്കോ ഫ്രാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടീമുകളിൽ ഏതെങ്കിലും ഒന്ന് ഏറ്റുമുട്ടാനുള്ളത് രണ്ടാം ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായ സ്പെയിനോ അല്ലെങ്കിൽ ബെൽജിയവുമായിട്ടാണ്. ഈ സ്പെയിൻ വേഴ്സസ് ബെൽജിയം എന്ന് പറഞ്ഞാൽ 2 യൂറോപ്യൻ ടീമുകൾ ഏറ്റുമുട്ടുന്ന ഒരു ക്ലാഷാണ്. അതിൽ ബെൽജിയത്തിൻ്റെ കാര്യം നമ്മൾ പറയണം. ബെൽജിയത്തിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷനൊക്കെ കഴിഞ്ഞ് മാർട്ടിനസൊക്കെ പടിയിറങ്ങിയ ശേഷം അവർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർട്ടിനസ് ഇല്ലാത്ത ബെൽജിയത്തെ ഭയക്കണം എന്നാണ്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ഒരൊറ്റ മത്സരമാണ്. അതായത് അതുവരെ ബെൽജിയത്തെ നമ്മളൊരു ഒരു ഹൈപ്പിന് വന്ന് താഴേക്ക് വന്ന ഹൈപ്പൊന്നുമില്ല, വന്നു പോകുന്ന ഒരു യൂറോപ്യൻ ടീം, മുമ്പ് ഹൈപ്പിലുണ്ടായിരുന്ന, മുമ്പ് ഒരു വലിയ സ്ക്വാഡായിരുന്ന ടീം അതിൻ്റെ പതനത്തിലാണ്. ഇപ്പോഴും ഒരു കംബാക്കിന് ചാൻസ് ഒന്നുമില്ല. ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റ് പോലും പലരും പ്രവചിച്ചിരുന്ന ടീമാണ് ബെൽജിയം. ഫസ്റ്റ് 2 മാച്ചസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ പുറത്താവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാന മത്സരത്തിൽ അവരൊരു കംബാക്ക് നടത്തുന്നു, ഗ്രൂപ്പ് സ്റ്റേജിൽ നന്നായി കളിക്കുന്നു, പിന്നീട് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വന്നു, യുഎസ്എയിലിട്ട് തീർക്കുന്നു. ഒരു 4, അതും 1-0 എന്നൊരു ചെറിയ സ്കോർ ലൈനൊന്നുമല്ല, 4-1 എന്ന് പറയുന്ന ഒരു ബിഗ് മാർജിനിൽ എല്ലാ പ്ലേയേഴ്സും ഉണർന്ന് കളിക്കുന്നത്. അത് ആ മത്സരത്തിന് ശേഷം പല പ്ലേയേഴ്സിന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. വൻ മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലുക്കാക്കു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു രീതി, അവരൊക്കെ ഒരു കംബാക്ക് പോലെ, അല്ലെങ്കിൽ അവരൊക്കെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയിൻ്റെ കാര്യം അതെ. സ്പെയിനും തുടക്കത്തിൽ ആദ്യ മത്സരത്തിലൊന്ന് സമനില വഴങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു ഒരു ഓവർ ഹൈപ്പഡ് ആണ്, അല്ലെങ്കിൽ ഊതി വീർപ്പിച്ചൊരു ബലൂൺ പോലെയാണ്, ഇത് പെട്ടെന്ന് പൊട്ടു, ഇനി അധികം ആയുസില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓരോ ഘട്ടത്തിലും വന്ന ടീമുകൾക്കെതിരെ പദ്ധതികൾ മാറ്റി പരീക്ഷിച്ച് ഒടുവിൽ ഏറ്റവും മികച്ച ടീമെന്നും ഫേവറേറ്റുകളെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടീമുകളായ പോർച്ചുഗലിനെ പോലും പരാജയപ്പെടുത്തി അവർ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായിരിക്കും ഈ ഒരു മത്സരത്തിൽ 2 ടീമിൻ്റെയും സാധ്യതകൾ? എങ്ങനെയായിരിക്കും ബെൽജിയത്തിൻ്റെ ഒരു അപ്രോച്ച്? അതാണ് നമ്മൾ കാണേണ്ടത്. ബെൽജിയത്തിൻ്റെ ഈ വേൾഡ് കപ്പിലെ അതായത് കളി തുടങ്ങുന്നത്
സെനഗലിനെതിരെയുള്ള മാച്ചിലെ അവസാന 10 മിനിറ്റിലാണ്. അതുവരെ നമ്മൾ ബെൽജിയത്തിനെ കാര്യമാക്കിയിട്ടില്ല. അത് എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ പുറത്താവേണ്ട ഒരു ടീം ഗ്രൂപ്പിൽ നിന്ന് പുറത്തായേനെ, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ 2 ഗോൾ വഴങ്ങിയപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് പ്രതീക്ഷ ടീമാണ് ബെൽജിയം. ബട്ട് അവിടെ നിന്നൊരു കംബാക്ക് അടിക്കുന്നു. 3-2 ചില കോൺട്രവേഴ്സീസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, തിരിച്ചു വരാനുള്ളൊരു മെൻറ്റാലിറ്റി, ആ ഒരു കംബാക്ക് നടത്തുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇവർ യു എസ് എക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കോൺട്രവേഴ്സീസ് ഉണ്ട്, ഔട്ട് ഓഫ് ദ ഫീൽഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ തിരിച്ചു വരുന്നു. ആ ഒരു 4-1 എന്നുള്ളത് ഡോമിനൻറ്റ് സ്കോറാണ് ചെയ്യുന്നത്. പല ആരാധകർക്കും അത് വലിയ സന്തോഷം നൽകിയൊരു സ്കോറാണ്. സോ അപ്പോൾ ആ സെനഗൽ മാച്ച് കഴിഞ്ഞ ഉടൻ ഇവർ കളി മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവരുടെ എന്താ പറയുക മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ട്, കളി മാറിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെനഗലിനെതിരെ ഇവർ 2 ഗോൾ അടിക്കുന്നത് അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സായ ഡോക്കുവും ഡിബ്രോയിനും സബിലിരിക്കുമ്പോഴാണ്. അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ 2 ഗോൾ അടിക്കുന്നത്. ഈ മാച്ചിൽ USA ആയിട്ടുള്ള മാച്ച് റുഡി ഗാർഷ്യ ഇവർ രണ്ടുപേരെയും ഇറക്കിയില്ല ഫസ്റ്റ് ഹാഫിൽ, അതായത് ഫസ്റ്റ് 11 ഇറക്കിയില്ല. അപ്പോൾ ഒരു 4-1 ജയിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു റുഡി ഗാർഷ്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റ് 11 അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് 11 എങ്ങനെയാണ് ഒരു വിന്നിങ് 11 ഒരു മാച്ച് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാച്ച് ഡിക്കറ്റിലേറെ നല്ല ഫോമിലാണ്, 2 ഗോൾ അടിച്ചു. സബ്ബായിട്ട് വരാൻ ലുക്കാക്കു സൂപ്പറാണ്, അതായത് ആ ഒരു സൂപ്പർ സബ് രീതിയിൽ ഫുൾ ടൈം കളിക്കാൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ബട്ട് ആ ഒരു ടയേർഡ് ലെഗ്സിനെതിരെ ലുക്കാക്കു പോലത്തെ ഒരു സ്ട്രൈക്കർ വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമുക്കറിയാം. അപ്പോൾ സ്പെയിൻ്റെ കാര്യം നമുക്ക് പറയുമ്പോൾ സ്പെയിൻ്റെ ഡിഫൻസ് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ സ്പെയിൻ്റെ ഡിഫൻസ് വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പോർച്ചുഗൽ വന്നു, പക്ഷേ പോർച്ചുഗൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അവരുടെ അറ്റാക്ക് പോയത് നമുക്കറിയാം. സോ അങ്ങനെ വലിയ രീതിയിലൊരു ടെസ്റ്റിംഗ് സ്പെയിന് ഇതുവരെ വന്നിട്ടില്ല. ഇനി ബെൽജിയം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഡിഫൻസ്, അല്ലേ? ഫസ്റ്റ് എന്താ പറയല്ലേ? അതായത് സ്പെയിനിന് ഉള്ള രീതിയിൽ സ്പെയിൻ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്, സ്പെയിൻ ആസ് എ ടീമാണ് പലപ്പോഴും കളിക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം വിജയിച്ച് കയറുന്ന ഒരു രീതി സമീപകാലത്ത് ലാഫുവൻ്റെയുടെ കാലത്ത് കാര്യമേ നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ സ്പെയിനിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലമീൻ യമാൽ എന്ന് ആയിരുന്നു വേൾഡ് കപ്പ് തുടങ്ങുന്നവരെ ഉത്തരം. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും ലമീൻ യമാലിൻ്റെ പേര് പറയുമോ? ഇല്ല. കാരണം യമാൽ എന്നുള്ള പ്ലെയറിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10 ഉണ്ട്. ആ 10 പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല. അത് ഒരുപക്ഷെ അയാളുടെ പേഴ്സണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പരിക്ക് കാരണോ അല്ലെങ്കിൽ ടീം പ്ലാനിങ്ങിൻ്റെ ഭാഗമോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ യമാൽ സ്റ്റെപ്പപ്പ് ചെയ്തില്ലെങ്കിൽ സ്പെയിൻ മുന്നോട്ടേക്ക് വരില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് മുന്നിൽ ഒരു മറുപടിയാണ് യമാൽ ഇല്ലെങ്കിലും സ്പെയിൻ ഉണ്ട്. അതായത് മെറീനോ പോലും ഗോളടിക്കുന്നു എന്നുള്ള രീതി. ഞാൻ ലാഫുവൻ്റെയൊക്കെ എപ്പോഴും ഉള്ളതാണ്. അതായത് അയാളുടെ ടാക്ടിക്സിൽ ഒരിക്കലും പ്ലെയർ ഓറിയൻറ്റഡ് അല്ല, ടീം ആസ് എ ടീം ഗെയിമാണ്. നമ്മൾ ഈ 11 വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എതിരാളികൾ ആരാണോ, അവരുടെ പ്ലാൻ എന്താണോ, അവരെന്ത് രീതിയാണോ യൂസ് ചെയ്യാൻ സാധ്യത, അതിനെ മുതലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ലൈനപ്പിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. നമ്മൾ പലപ്പോഴും പറഞ്ഞ വിഷയം തന്നെയാണ് ഈ പെഡ്രോ പോറോ ലൊറൻറ്റെ എന്നുള്ള 2 പ്ലേയേഴ്സിനെ മാറ്റി പരീക്ഷിക്കുന്നത്. അതായത് ഒരു ഡിഫെൻസീവ് ഓറിയൻറ്റേഷൻ വേണമെന്നുള്ള മത്സരത്തിൽ ലൊറൻറ്റെ ഇറക്കും, അറ്റാക്കിംഗ് സോണിൽ സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോറോ ഇറക്കും. ഈ 2 പ്ലേയേഴ്സിനെ ഇങ്ങനെ മാറ്റി പരീക്ഷിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൻ്റെ കേസിലും മിഡ്ഫീൽഡിൽ ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നത് ഫാബിയൻ റൂയിസ് ആയിരുന്നു. ഫാബിയൻ റൂയിസ് നമുക്ക് ഒരു CMF റോളിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും പാസ് ചെയ്ത് കളിക്കുന്ന ആളുകളാണ്. റോഡ്രി ആണെങ്കിലും പെഡ്രി ആണെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെയുള്ള പ്ലെയേഴ്സാണ്. അവിടെ ഒരു സെൻട്രൽ പെനട്രേഷന് വേണ്ടിയിട്ട് ഒരു അറ്റാക്കിംഗ് റോളിലൊരു പ്ലെയർ ആവശ്യമുണ്ട്. അടുത്ത മത്സരത്തിലേക്ക് വന്നപ്പോൾ ഡാനി ഓൾമോ കളിച്ചു. 3-ാം മത്സരം കുറച്ചും കൂടി റിസർവായി കളിക്കണം. അതുപോലെ തന്നെ മെറീനോയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന് മുമ്പ് ട്രസ്റ്റ് ഉണ്ടായിരുന്ന, ഒരു പരിക്ക് മാറി വരുന്ന, ഇപ്പോഴത്തെ ട്രസ്റ്റിൻ്റെ കേസ് ട്രസ്റ്റ് അല്ല പറഞ്ഞു, ഒരു പരിക്ക് മാറി വരുന്നൊരു പ്ലെയറിന് ഒരു അവസരം കൊടുക്കാനുള്ളത് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ മെറീനോയെ പരീക്ഷിക്കുന്നു. പക്ഷെ അത് കാര്യമായിട്ട് ഫലം കണ്ടില്ല. വീണ്ടും അയാൾ വിന്നിംഗ് കോമ്പിനേഷനിലേക്ക് വരുന്നു. ഇത് ഓൽമോയെ കൊണ്ടുവരുന്നു, റോഡ്രിയും പെഡ്രിയും യൂസ് ചെയ്യുന്നു, അത് ഫലം കാണുന്നു. അപ്പോൾ അത് ഓരോ രീതിയിൽ ഓരോ മത്സരത്തിലും എതിരാളികളെ കണ്ട് അഡാപ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള മത്സരം ആളുകൾക്ക് ഭയങ്കര വിരസമായിട്ട് തോന്നി. കാരണം ഗോളുകൾ വരുന്നില്ല. അവസാന മിനിറ്റിൽ ഒരു ഗോളിനാണ് മത്സരം വിജയിക്കുന്നത്. ഫുട്ബോൾ ഈസ് നോട്ട് അബൌട്ട് ഗോൾസ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നതാണ്. കാരണം ക്രിക്കറ്റിൽ ഈ റൺസ് വരുന്ന മത്സരമാണ് നല്ല മത്സരം എന്ന് പറയുന്ന പോലെ ഫുട്ബോളിൽ ഒരുപാട് ഗോൾ വരുന്ന മത്സരമല്ല ഒരു ബെസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇത് സ്പെയിൻ്റെ ഒരു ബെസ്റ്റ് മാച്ച് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗോളുകൾക്ക് അപ്പുറത്തേക്കുള്ള ഫുട്ബോളിംഗ് ഉണ്ട്. 2 ടീമും ഗിവ് ആൻഡ് ടേക്ക് നടത്തുന്ന ഫുട്ബോൾ. അതായത് ഒരു അറ്റാക്ക് പോകുന്നു, അതവിടെ ഡിഫെൻഡ് ചെയ്യപ്പെടുന്നു, അവിടുന്ന് കൗണ്ടറുകൾ ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് മാച്ച് വരുന്നു, ഇപ്പോൾ പ്രതിരോധിക്കുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമിൻ്റെയും ദൗർബല്യം എന്താണെന്നും ശക്തി എന്താണെന്നും നന്നായി അറിയാം.
അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ രണ്ട് ടീമും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു റിസർവ് മെൻറ്റാലിറ്റിയിലിരുന്നു. അവർ കളിക്കട്ടെ, അവരെന്തെങ്കിലും ബിൽഡ് ചെയ്യട്ടെ, അവിടെ എവിടെയെങ്കിലും ഒരു ഫാൾട്ട് വരും, ആ ഫാൾട്ട് ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത്. അത് ഒരുപക്ഷെ സ്പെയിൻ കണ്ടെത്തിയത് അവസാന മിനിറ്റിലാണെന്നേ ഉള്ളൂ. കൃത്യമായി അവരുടെ ഡിഫൻസിനിടയിൽ ഒരു ഗ്യാപ്പിനെ കിട്ടി. ആ ഗ്യാപ്പിലൂടെ ഫെറാൻ ടോറസിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ട്. കാരണം ഫെറാൻ ടോറസ് ഇതുവരെ കേട്ട ചീത്തപ്പേരിനൊക്കെ ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും അയാൾ കണ്ട്. കാരണം ആ പാസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പാസ്സാണ്. അപ്പോൾ നമ്മൾ ആ മത്സരത്തിൽ ഹീറോ എന്ന് വിചാരിച്ചാൽ ഒയർസബാലിനെ കൊണ്ടൊന്നും പറ്റിയില്ല, യമാലിനെ കൊണ്ട് പറ്റിയില്ല. ഒരുപാട് പ്ലേസ് ഓൽമോ ഉണ്ടായിരുന്നു, ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ബെഞ്ചിൽ നിന്നും വന്ന ഫെറാൻ ടോറസിൻ്റെ അസിസ്റ്റിൽ സബ്ബായിട്ട് തന്നെ ഇറങ്ങി വന്ന മെറീനോ സ്കോർ ചെയ്യുന്നു. ഇതാണ് ആ ടീം, അവരൊരു ടീം ഗെയിമാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതായത് സ്പെയിൻ നമുക്കറിയാം പണ്ടോട്ട് ഒരു സ്റ്റൈൽ അങ്ങനെ ആ ഒരു സ്റ്റൈൽ വെച്ച് മാത്രം കളിക്കുന്നു. അപ്പം മറ്റേ കുറേ പാടികളുണ്ടായിരുന്നു, പാസിങ് മാത്രമാണ്, ഗോളടിക്കുന്നില്ല എന്നുള്ളത്. അത് മാറ്റിയത് ലഫീവൻ്റെ ആണെങ്കിൽ, അതായത് കളി ജയിക്കണമെങ്കിൽ ഗോളടിക്കണം, കളി ജയിക്കണമെങ്കിൽ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ വേണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തുന്നു. ആ ഒരു സ്റ്റൈലിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എങ്ങനെ ഗോൾ കണ്ടെത്തണമെന്ന രീതിയിൽ. അപ്പോൾ അതന്നെ ഫസി പറഞ്ഞത് ആണ്, അതായത് ഒരു ഗോൾ കണ്ടെത്തണം, മാച്ചിൻ്റെ റിസൾട്ട് എങ്ങനെ മാറ്റണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നൊരു കോച്ചാണ്. എനിക്ക് അതായത് ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യാതെ സിസ്റ്റം പ്ലസ് പ്രാഗ്മാറ്റിക് ഫുട്ബോൾ, അതായത് എന്ത് വേണം എന്നുള്ള മാറ്റം വരുത്താൻ പറ്റിയൊരു സ്റ്റൈലാണ് സ്പെയിൻ കളിക്കുന്നത്. പക്ഷേ എനിക്ക് ഫൈനൽ തേർഡിൽ ചെറിയ അതായത് ലമീൻ യമാലിൽ നിന്നൊക്കെ നമ്മൾ ഫൈനൽ തേർഡിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആ ഒരു പോർച്ചുഗൽ മാച്ചിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? അതായത് യമാൽ വേഴ്സസ് ന്യൂനോ മെൻഡസ്, നമ്മൾ മത്സരത്തിന് മുമ്പ് രണ്ട് പ്ലേയേഴ്സും പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ നന്നായി കണ്ടു. അതായത് യമാൽ പറഞ്ഞത് യമാൽ ഫേസ് ചെയ്ത വൺ ഓഫ് ദ ടഫസ്റ്റ് ഡിഫൻഡറാണ് ന്യൂനോ മെൻഡസ് എന്നുള്ള. ന്യൂനോ മെൻഡസും തിരിച്ചതാ പറയുന്നത്, യമാൽ നല്ലൊരു കളിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അതായത് പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന, പരസ്പരം നല്ല ക്വാളിറ്റി ഉണ്ടെന്നും പരസ്പരം തിരിച്ചറിയുന്ന രണ്ട് താരങ്ങളാണ് ഇവിടെ. ഇപ്പോൾ ന്യൂനോ മെൻഡസ് നമ്മളറിയാം കഴിഞ്ഞ 2025 നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലമീൻ യമാലിനെ നന്നായി പൂട്ടാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര ട്രോളായിരുന്നു, യമാലിനെ സൈലൻറ്റ് ചെയ്തു, യമാലിനെ പോക്കറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നോക്കാം, പോർച്ചുഗൽ നന്നായി അറ്റാക്ക് ചെയ്യുന്നൊരു ടീമാണ്. പോർച്ചുഗലിൻ്റെ ലെഫ്റ്റ് വിങ്ങിലൂടെ ന്യൂനോ മെൻഡസ് ഒക്കെ നന്നായി ഓവർലാപ്പ് ചെയ്ത പ്ലെയറാണ്. പക്ഷേ ന്യൂനോ മെൻഡസിന് യമാലിനെ പൂട്ടാന്നുള്ളൊരു ദൗത്യം കൊടുത്തതോടുകൂടി തന്നെ ആ വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾ പലപ്പോഴും ന്യൂനോ മെൻഡസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായി ത്രട്ടൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിഫെൻസീവ് റൈറ്റ് ബാക്കിനെ എടുക്കുക, അതായത് ലൊറൻറ്റിയെ പരീക്ഷണത്തിൻ്റെ അപ്പുറത്തേക്ക് പോറോയെ തന്നെ എന്ത് ചെയ്തു, ലാഫുവിൻ്റെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ പോറോക്ക് എന്താ റൈറ്റിലൂടെ ഓവർലാപ്പ് ചെയ്ത് കയറുകയും ഒരു ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. അത് യമാലിനെ പിടിക്കണോ അതോ പോറോയെ പിടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ ലെഫ്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിഡ്ഫീൽഡർ, എക്സ്ട്രാ മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ ഡിഫൻഡറോ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ സെൻട്രൽ ഒരു സ്പേസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു രീതി. അതായത് യമാലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പോറോയെ പറഞ്ഞയക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി നിങ്ങൾ പോറോയെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ യമാൽ ഉള്ളിലേക്ക് കട്ട് ചെയ്യും. ഇനി ഈ രണ്ട് താരങ്ങളെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലൂടെ ഞാൻ കുക്കുറോയെ പറഞ്ഞയക്കും. അപ്പോൾ ലാഫുവിൻ്റെ രീതികളതാ. ഇനി ഇതൊന്നും നടക്കുന്നില്ല, വിങ്ങിലൂടെ നടക്കുന്നില്ലെങ്കിൽ റോഡ്രിയെയും പെഡ്രിയെയും ഓൽമയും വെച്ച് സെൻട്രലിലൂടെ ഒരു അറ്റാക്ക് നടത്തും. അത് പല രീതികളാണ്. നമ്മൾ പറയില്ല ഒരു എ ടീം ബി ടീം സി ടീം എന്നല്ല, ഇത് പ്ലാൻ ബി പ്ലാൻ സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാനുകളുണ്ട് കയ്യിൽ. അപ്പം മിനിറ്റിൽ നമ്മൾ ഈ പഴയ രീതികളോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന രീതിയൊക്കെ ലാഫുവിൻ്റെ പണ്ടേ പൊളിച്ചെഴുതിയതാണ്. കാരണം ഫുട്ബോൾ ഈസ് അബൌട്ട് വിന്നിങ് എന്നുള്ളതാണ്. കാരണം ജയിക്കുക, 3 പോയിന്റ് നേടുക, മുന്നോട്ടേക്ക് പോവുക, നോക്കൗട്ട് ആണെങ്കിൽ ജയിക്കുക, മുന്നോട്ടേക്ക് പോകുക എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ആ വിന്നിങ് എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാം, എന്തും മാറ്റാം, എന്തും ചെയ്യാം. അപ്പോൾ ലാഫുവിൻ്റെ രീതികൾ അത്രയേ ഉള്ളൂ. അതായത് ഓപ്പോണൻ്റ് എന്ത് കളിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള. ഇനിയിപ്പോൾ ബെൽജിയത്തിനെതിരെ കളിക്കുമ്പോൾ എന്താണെന്നുള്ളത് നോക്കണം. കാരണം ബെൽജിയത്തിന് അടുത്ത കാലത്തൊന്നും കാര്യമായി സ്പെയിനെ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നാഷൻസ് ലീഗ് എന്നുള്ളൊരു ഫ്രണ്ട്ലി ടൂർണമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്, യൂറോ കപ്പ് നടക്കുന്നുണ്ട്, അല്ലാണ്ട് ഉള്ള പൊതുവിലുള്ള വേൾഡ് കപ്പിന് മുമ്പൊക്കെ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലികളുണ്ട്. ഇത്തരത്തിലുള്ള മാച്ചുകളൊന്നും കാര്യമായിട്ട് ബെൽജിയവും സ്പെയിനും ഏറ്റുമുട്ടിയിട്ടില്ല. പിന്നെ റീസെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ബെൽജിയം സ്പെയിൻ ഏറ്റുമുട്ടലിൻ്റെ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ, എല്ലാ മത്സരങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്റ്റാറ്റ്സ് വരും. അത് വെറും സ്റ്റാറ്റ്സ് ആണ്, പഴയ വർഷത്തിലേക്കും 1980 ബെൽജിയം കളിച്ചപ്പോൾ ഇവർ ഇത്ര സ്കോറിന് ജയിച്ചു എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഒരു ചെക്കിൽ 1986 മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഒരിക്കലും ബെൽജിയത്തിന് ജയിക്കാൻ പറ്റിയിട്ടില്ല സ്പെയിനെതിരെ. അത് നമ്മൾ വെറുതെ ഒരു സ്റ്റാറ്റ്സിന് വേണ്ടി പറഞ്ഞു വെക്കാന്നേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് എന്താണോ വരാനിരിക്കുന്ന 90 മിനിറ്റ്സിൽ, ടൂർണമെന്റ് ആണ് അതാണ് വരാനിരിക്കുന്ന 90 മിനിറ്റ്സിൽ എന്താണോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ 120 മിനിറ്റ്സിൽ എന്താണോ, പിന്നീട് അങ്ങോട്ട് ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ എന്താണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സ്പെയിനിന് ഏറ്റവും പണി കൊടുക്കാൻ പോകുന്ന ബെൽജിയത്തിൻ്റെ പ്ലെയർ എന്നുള്ളത് കോർട്ടോയ്സ് ആയിരിക്കും.
കാരണം നല്ലൊരു ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ സ്പെയിൻ പലപ്പോഴും ഒന്ന് പതർന്ന് കണ്ടിട്ടുണ്ട്. വീഴാന്നല്ല, അതൊന്നും പതറും. വൊസീനിയെ പോലത്തെ ഒരു 40-കാരന്, അതായത് യൂറോപ്യൻ ഫുട്ബോളിനോട് ഒരു പരിചയ സമ്പത്തുമില്ലാത്ത ഒരു 40-കാരന് സ്പെയിനിൻ്റെ മൂവ്മെൻറ്റ്സ് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയോ കാലം സ്പെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, അത്ലറ്റിക്കോ മാഡ്രിഡിലും റയലിലുമായി സ്പെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, യൂറോപ്യൻ ഫുട്ബോളിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള തിബോ കോർട്ടുവ എന്നുള്ളൊരു പ്ലെയർ എന്തുകൊണ്ടും സ്പെയിനിൻ്റെ അറ്റാക്കിന് അല്ലെങ്കിൽ സ്പെയിൻ ടീമിന് ഒരു വെല്ലുവിളിയായിരിക്കും. 2018 ബ്രസീലിനെ എങ്ങനെ കോർട്ടോയ്സ് തടഞ്ഞിട്ടോ ആ ഒരു രീതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സ്പെയിൻ്റെ അറ്റാക്കിനെ മുന്നോടിക്കുന്നതിൽ. ആരാണ് ഹരി പ്രതീക്ഷിക്കുന്നത്? ബെൽജിയത്തിൻ്റെ ഒരു ട്രംപ് കാർഡ് ആരായിരിക്കും? അതായത് ഇവരുടെ ഞാൻ പറഞ്ഞ ആദ്യം ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഡിഫൻസ് നമുക്കറിയാം, അത്ര പേര് കേട്ട പേരുകളില്ലാത്തൊരു ഡിഫൻസാണ് ബെൽജിയത്തിൻ്റെ. പക്ഷേ ഡിഫൻസിൻ്റെ അവസാനം ലൈൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പറിൽ കൂട്ടമുള്ളതുകൊണ്ട് അത്ര എന്താ പറയുക, ഡിഫൻസിനെ കടന്നാൽ കൂട്ടമുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട് വാസി പറഞ്ഞ പോലെ. ദെൻ ഇനി അവരുടെ അറ്റാക്കിലൊരു ട്രംപ് കാർഡ് എന്ന് പറയുന്നൊരു പ്ലെയർ ട്രൊസാഡ് ആയിരിക്കും. ലിയാൻഡ്രോ ട്രൊസാഡ് എന്ന് പറയുന്ന പ്ലെയർ. അദ്ദേഹം ഈ ഒരു സീസണിൽ തന്നെ ആഴ്സണലിന് വേണ്ടി ഒരു ക്ലച്ച് പ്ലെയർ എന്നുള്ള രീതിയിൽ മാറിയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഈ വേൾഡ് കപ്പിലും ആ ഒരു ക്ലച്ച് പെർഫോമൻസ് ബെൽജിയത്തിന് വേണ്ടി അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. സോ ലിയാൻഡ്രോ ട്രൊസാഡിൻ്റെ ഇതായിരിക്കും, അതായത് ഈ ഒരു USA-ക്കെതിരെയുള്ള മാച്ചിലായാലും അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് ഉണ്ട്. സോ ലിയാൻഡ്രോ ട്രൊസാഡ് എങ്ങനെ ലിങ്കപ്പ് ചെയ്യുന്നു പ്ലെയേഴ്സുമായിട്ട് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കും. പിന്നെ ഡോക്കു നമുക്കറിയാം, റൂഡി ഗാർഷ്യ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ പരീക്ഷിച്ചിട്ടില്ല ഡോക്കുവിനെ. പക്ഷേ ഡോക്കു എത്ര എക്സ്പ്ലോസീവ് ആണ്, എങ്ങനെ കളി മാറ്റാൻ സാധിക്കുന്ന പ്ലെയർ ആണെന്നുള്ളത് യൂറോപ്യൻ ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും അറിയാം. സോ ഡോക്കുവിനെ ഇപ്പോൾ ഉറപ്പായിട്ടും ഡോക്കു ഒരു ആയുധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഴ്സണലിൽ. സോ അതുകൊണ്ട് തന്നെ ഡോക്കു ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരിക്കും. ട്രൊസാഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു ക്ലച്ച് പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്ലെയർ. ദെൻ ഈ പെർഫോമൻസ് നോക്കുന്ന ഒരു മാച്ച് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് സ്പെയിനിൻ്റെ കയ്യിൽ പൊസിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കൗണ്ടർ അറ്റാക്കിലൂടെ ബെൽജിയം അതായിരിക്കും നമുക്കൊരു സ്പെയിനിന് മുൻതൂക്കമുണ്ട്. എങ്ങനെ പോയാലും പൊസിഷനിൽ സ്പെയിൻ ആയിരിക്കും, പക്ഷേ അറ്റാക്കിൽ ബെൽജിയത്തിന് മൂർച്ചയുണ്ട്. സോ അത് പേടിക്കേണ്ടി വരും. പിന്നെ ഈ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് വരുമ്പോൾ, സ്പെയിൻ വേഴ്സസ് മൊറോക്കോ വരുമ്പോൾ ഇനി ബെൽജിയമാണോ വരാനിരിക്കുക എന്നൊക്കെ ചർച്ചകളുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത് ഈ ഒരു പൂളുണ്ടല്ലോ, ഈ ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് ബ്രാക്കറ്റ് എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെമിഫൈനലിൻ്റെ റീമാച്ചാണ്. അതിൽ ഫ്രാൻസ് വിജയിച്ചു, മൊറോക്കോ തോൽക്കുന്നു. മൊറോക്കോക്ക് അതൊരു തിരിച്ചടിക്കാനുള്ള സമയം കിട്ടുന്നു എന്നുള്ളത്. ഇനി ഇപ്പുറത്തേക്ക് വരാനാണ്, അതായത് ഒരു സെമിഫൈനലിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ എന്ന് പറയുന്നത് നമ്മൾ റീസെൻറ്റ് ടൈംസിൽ കണ്ടത് 3 കപ്പ് മാച്ചസിലാണ്. ഒന്ന് 2023 നാഷൻസ് ലീഗിൻ്റെ ഒരു ഫൈനലിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് കണ്ടു. അതായത് പ്രഥമ ഫൈനലിൽ ഫ്രാൻസും ഫ്രാൻസിൻ്റെ ആദ്യ ട്രോഫി അടിച്ച ഫൈനലുണ്ട്. ആ വർഷം സ്പെയിനെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് അടിക്കുന്നത്. അതിന് പ്രതികാരം കിട്ടുന്നത് തൊട്ടടുത്ത വർഷത്തെ നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലാണ്. അന്ന് സ്പെയിന് കപ്പടിക്കുന്നു. അത് ഫ്രാൻസിൻ്റെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അന്ന് ക്രൊയേഷ്യയാണെന്ന് തോന്നുന്നു അവർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സ്പെയിൻ യൂറോ ചാമ്പ്യന്മാരായ വർഷം അന്നും അവർക്ക് ഫ്രാൻസിനെ തോൽപ്പിക്കാൻ അവസരം കിട്ടി. അന്നും അത് പരാജയപ്പെടുത്തി പോകുന്നു. അതായത് ഈ ടീമുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ സ്ഥിരം തമ്മിൽ ഏറ്റുമുട്ടുന്ന അതും ബിഗ് സ്റ്റേജസിൽ, നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഘട്ടങ്ങളൊന്നും അല്ലാതെ ബിഗ് സ്റ്റേജസിൽ നോക്കൗട്ട്സിലൊക്കെ ഏറ്റുമുട്ടിയ ടീമുകളാണ്. അപ്പോൾ ഇനി ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ വരികയാണെങ്കിൽ അതൊരു വലിയൊരു ഏറ്റുമുട്ടലാണ്. ഇനി അത് മൊറോക്കോ ആണെങ്കിലും ശരി, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോ നമ്മൾ ഈ ഡ്രീം റണ്ണ് നടത്തിയെന്ന് പറയുമ്പോൾ സ്പെയിനിൻ്റെ എല്ലാ മോഹങ്ങളും തല്ലിക്കെടുത്തി പോയൊരു സീസണാണ്. അതായത് യസീൻ ബോണോ വേഴ്സസ് സ്പെയിനിൻ്റെ ഫോർവേഡ്സിൻ്റെ ഒരു പെനാൽറ്റി ഷൂട്ടായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് പെനാൽറ്റി അടിച്ച ആളുകൾ ഇന്ന് സ്പെയിൻ നിരയിൽ ഇല്ലയെന്ന് മാത്രം. അത് അന്ന് അടിച്ചത് സോളർ ആയിരുന്നു, സറാബി ആയിരുന്നു, ബുസ്കറ്റ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ 3 താരങ്ങളും ഇന്നില്ല. പക്ഷേ 3 ആളും പാഴാക്കി എന്നുള്ള, 3 ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മത്സരമായിരുന്നു. അപ്പം ഈ താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്പെയിന്, ഒരു പുതിയ സ്പെയിനാണ് വരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പല താരങ്ങളും ഇല്ലാത്തൊരു പുതിയ മൊറോക്കോ ആണ് വരുന്നത്. മാറ്റങ്ങളോടുള്ള ഫ്രാൻസാണ് വരുന്നത്. ഒരു പുതിയ പരിശീലകൻ അണ്ടറിലുള്ള ബെൽജിയമാണ് വരുന്നത്. ഏതായാലും നല്ല 2 ക്വാർട്ടർ ഫൈനലിലും മികച്ചൊരു സെമി ഫൈനലും നമുക്ക് പ്രതീക്ഷിക്കാം.